യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോയാണ്. വെലോസിറ്റി എന്ന RC ബോട്ട്, റിയൽ RC ബോട്ട് എങ്ങനെ ആണ് നമുക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇത് നമുക്ക് എത്ര ദൂരം കൺട്രോൾ ചെയ്യാൻ പറ്റും? റിമോട്ട് 80 മീറ്റർ. അതിന്റെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ബോട്ട് പിന്നെ കൺട്രോൾ പോകൂലേ? പിന്നെ കൺട്രോൾ കിട്ടില്ല. ഓക്കെ. അപ്പോൾ സോൾട്ട് വാട്ടറിൽ യൂസ് ചെയ്യാൻ പാടില്ല, 80 മീറ്ററിന് അപ്പുറം പോകാൻ പാടില്ല, പിന്നെ വീഡ്സ് അതായത് കളകളുള്ളടത്ത് പറ്റില്ല, ആനിമൽസ് അങ്ങനെയുള്ളടത്തും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കിതൊന്ന് തുറന്ന് കാണിക്കാൻ പറ്റുമോ? ഓക്കെ. എങ്ങോട്ടേക്ക് വന്നു? നന്നായിട്ടാണ് ഇവർ പാക്ക് ചെയ്ത് തരുന്നത്. ഇത് ആമസോണിൽ നിന്നാണ്. ഇത് വെക്കാൻ ഒരു സ്റ്റാൻഡ് തരുന്നുണ്ടോ അവര്? ഒരു സ്റ്റാൻഡും തരുന്നുണ്ട്. അതെ അല്ലേ? ഇതാണ് ആ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിൽ നമുക്ക് അത് അതെ, നല്ല ക്വാളിറ്റി ആണ് ഇതിന്. നല്ല പ്ലാസ്റ്റിക് ആണ്. അതെ. ഓക്കെ. ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റിയത്. ഇതിന്റെ കൂടെ യൂസർ മാനുവൽ ഒക്കെ വരുന്നുണ്ടോ? അതെ, യൂസർ മാനുവൽ ഉണ്ട്. ഇത് ഇതിന്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആണ്. പെട്ടെന്ന് നമുക്ക് ഇതിനെ കുറിച്ചുള്ള നോളജ് കിട്ടാനായിട്ട്. ഇത് യൂസർ മാനുവൽ ആണ്. ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇതിലുണ്ട്. വെലോസിറ്റി ആണ് കമ്പനിയുടെ പേര്. അതെ, വെലോസിറ്റി ആണ്. മോഡൽ ഏതാണ് വരുന്നത്? ഫോഴ്സില് മോഡലോ ജസ്റ്റ് ഫോഴ്സ് നമ്മൾ കൊടുത്താൽ മതി. ഫോഴ്സ് വെലോസിറ്റി എന്ന് കൊടുത്താൽ വരും. ഓക്കെ. പിന്നെ ഇതിന് ബാറ്ററി എത്ര ബാറ്ററിയാണ് വേണ്ടത്? ബാറ്ററി നമുക്ക് 2 ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ബോട്ടിൽ യൂസ് ചെയ്യണ ബാറ്ററി അവർ തന്നിട്ടുണ്ട്. ഇതിന്റെ റിമോട്ടിലേക്ക് എത്ര ബാറ്ററി വേണം? 3 ബാറ്ററി വേണം. അത് നമ്മൾ വാങ്ങണം അല്ലേ? 1.5 ഡബിൾ. ഓക്കെ. ഇനി ആ ബോട്ടൊന്ന് അതിൽ എടുത്തു വെച്ച് കാണിക്കാൻ പറ്റുമോ? യെസ്. അതിനു മുമ്പ് ഇത് റിമോട്ട് ഉണ്ട്. നമുക്ക് റിമോട്ടില് ഫോർവേഡ് ബാക്ക്വേർഡ് റൊട്ടേറ്റ് ചെയ്യാനും ഇതെല്ലാം സംഭവം ഓൺ ഓഫ് ബട്ടനും. ഇതാണ് ബോട്ട്. ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ജസ്റ്റ് ഈ ഒരു ലിവർ ഒന്ന് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട്. യെസ്, ഒബ്വിയസ്ലി. നല്ല ലുക്ക് ഉണ്ടല്ലേ? ബാക്കി പെർഫോമൻസ് അവിടെ നമുക്ക് സ്റ്റാൻഡിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലേ? അതെ, ഇത് സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പവറാണ് കാണാൻ തന്നെ. വൈബ്രന്റ് ആയിട്ടുള്ള കളറാണ്. അത് കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ഭംഗി തോന്നും. അതെ, പെട്ടെന്ന് നമുക്കൊരു ഭംഗി തോന്നാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പൊ നേരെ വയലിലേക്ക് പോകല്ലേ? അതിന്റെ റിമോട്ട് കൺട്രോൾ ഒക്കെ ഒന്ന് പറയുമോ? ഓക്കെ. ഇതിൽ പോവാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും നമുക്ക് ആക്കാനായിട്ട് പറ്റും. അതായത് ബോട്ട് നമുക്ക് കർവ് ചെയ്ത് നമുക്ക് തിരിക്കാൻ. ഈ റൗണ്ട് സംഭവം ടയർ പോലെ ഇരിക്കുന്നു. അതിൽ തിരിക്കുന്നതിനനുസരിച്ച് തിരിയും. ലെഫ്റ്റും റൈറ്റും തിരിയും. അതെ. സ്പീഡ് കൂട്ടുന്നത് ഈ ഭാഗം ഇവിടെ. ഇത് താഴേക്കാക്കിയ ആക്സിലേറ്റർ ആണ്. മുകളിലേക്കാക്കിയ റിവേഴ്സ് ആണ്. പിന്നെ ഇവിടെ പച്ച അലാറം ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസോ അല്ലെങ്കിൽ ചാർജ് തീരുവല്ലോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് ഈ ഒരു അലേർട്ട്. പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഓൺ ആക്കിയാൽ വരുന്നതാണ് പവർ. അത് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് വേണം ബോട്ട് പെയർ ചെയ്യാനായിട്ട്. അല്ലാതെ പെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. പക്ഷെ നല്ല വർക്കിംഗ് ആണല്ലേ? അതെ, ഇതാണ് ഓൺ ഓഫ് ബട്ടൺ. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഓൺ ആക്കിയാൽ ഒച്ച വരും. ഒരു ഇൻഡിക്കേറ്റർ പോലെയാണ് ആ ഒരു സൗണ്ട് നമുക്ക് തരുന്നത്. എന്തായാലും അടിപൊളിയാണ്. ഓക്കെ, അപ്പം വയലിലെത്തിയില്ലേ? അതെ. ഇതേതാ സ്ഥലം? ഇത് ചീരക്കാവിന് അടുത്ത്, കോഴിക്കുള്ളിക്ക് അടുത്തൊരു വയലാണ്. ഓക്കെ. ഇവിടെയാണോ ഇന്ന് ഇപ്പം ബോട്ട് ഇറക്കാൻ പോണേ? അതെ, ഈ വയലില്. അതെ. ഓക്കെ. ബോട്ടും റിമോട്ടും കയ്യിലുണ്ടല്ലേ? യെസ്. ഒന്ന് കാണിക്ക്, ബോട്ടൊന്ന് കാണിക്ക് തിരിച്ച്. അപ്പോൾ നമ്മൾ ഈ പാടത്താണ് ഇറക്കാൻ പോണല്ലേ? യെസ്. അപ്പോൾ ഞാൻ ബോട്ട് വെക്കട്ടെ? വെച്ചോളൂ. ഓക്കെ. ഈ പാടം നല്ല അടിപൊളി പാടമാണ്. കോഴിക്കുള്ളിക്ക് അടുത്തുള്ള ചീരങ്കാവിനടുത്തുള്ള പാടമാണ്. ഇപ്പം മഴ ആയതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ കയറി കിടക്കുകയാണ് അല്ലേ? അതെ, അതെ. അതായത് മെയ് മാസം 31-ാം തീയതി. ഇപ്പം മഴയൊക്കെ കുറഞ്ഞ് നല്ല തെളിഞ്ഞ ആകാശമായി. അതുകൊണ്ട് നമുക്കിപ്പോൾ ബോട്ട് ഇറക്കാൻ പറ്റിയ സമയമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ബോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഓടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ, റിമോട്ട് എടുക്ക്. സ്റ്റാർട്ട് ചെയ്തോ? യെസ്.
ഇങ്ങോട്ട് കൊണ്ടുപോവാ. നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? കറക്കി ഇങ്ങോട്ട് കൊണ്ടുപോടാ. ഇങ്ങോട്ട് കൊണ്ടുപോവാ. കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തോ നീ മാറ്റിയിട്ട് എടുക്ക്. ഇങ്ങോട്ട് കൊണ്ടുപോവാ. വട്ടത്തിൽ ഓടിക്കടാ. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് കൊണ്ടുപോവാ. സ്പീഡ് കുറക്കടേ. ഇപ്പൊ റെഡി ആയില്ലേ? ഇങ്ങോട്ട് കൊണ്ടുപോവാ. മുമ്പോട്ടേക്ക് കൊണ്ടുവരണ. അവിടെ പുല്ലുണ്ട്. അയ്യോ, മുമ്പോട്ടടിക്കേ. നീ അപ്പ എടുക്ക്. ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആയ് പോവാ. കൺട്രോൾ എൻ്റെ കയ്യിലല്ല അപ്പ. ഇനി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇപ്പൊ നോക്ക്. എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. മാറ്റട്ടെ വളവ്? മാറ്റണോ? വേണ്ട വേണ്ട, ഇങ്ങനെ പോട്ടെ. കുറച്ചുകൂടെ അടുത്തോടെ പോയിക്കോ. സൂം ചെയ്തോ നന്നായിട്ട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ടല്ലേ? നീ എത്രയും പ്രതീക്ഷിച്ചായിരുന്നോ വർക്ക് ചെയ്യുന്നു? ഞാൻ ഓർത്ത ഒരു ഇടലിൽ തന്നെ കാര്യം അങ്ങ് തീരുമെന്ന് ഓർത്തത്. ഓക്കെ, രസമുണ്ടല്ലേ? പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സാധനമല്ലേ? ആ, ഇതിന്റെ പ്രശ്നം പുല്ലുണ്ടെങ്കിൽ നമുക്ക് നടക്കില്ല അല്ലേ? ആ പുല്ലേ ശരിയാ. പുല്ലും വള്ളിയൊക്കെ കുടുങ്ങിയ പ്രശ്നമാണ്. പിന്നെ ഉപ്പുവെള്ളം പറ്റില്ല. നല്ല തെളിഞ്ഞ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഓടിക്കാൻ നല്ലതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ, 8 വയസ്സിന് മേളിലുള്ള കുട്ടികൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴിക്കുള്ളിപ്പാടത്തെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.